കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് മലയാള മനോരമ സംഘടിപ്പിച്ചിട്ടുള്ള ഹോർത്തൂസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നടന്നിട്ടുള്ള ഒരു ചെറു സംവാദമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ്. ആ സംവാദത്തിൽ പ്രധാനമായിട്ട് പങ്കെടുത്തത് ശ്രീജിത്ത് പണിക്കരും അതുപോലെ തന്നെ സണ്ണി കപ്പിക്കാട്, TS ശ്യാംകുമാർ എന്നൊക്കെ പറയുന്ന ആക്ടിവിസ്റ്റുകളൊക്കെ തന്നെയായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അത് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലിപ്പിങ്ങുകൾ കണ്ട സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീജിത്ത് പണിക്കർ ഒരു അസാമാന്യമായിട്ടുള്ള പ്രതിഭയാണ്. കാരണം ശ്രീജിത്ത് പണിക്കരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീജിത്ത് പണിക്കർ ഒരിക്കലും ഒരു തോൽക്കുന്ന സംവാദത്തിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ അയാൾ ഡിഫൻസിൽ പോകണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിൽ അയാൾ പങ്കെടുക്കില്ല. അയാൾ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അയാളെ സംഘികളുടെ തൊഴുത്തിലോ BJPയുടെ തൊഴുത്തിലോ കൊണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, BJP പ്രതിരോധത്തിലോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിരോധത്തിലോ ആകുന്ന ഒരു വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കർ അഭിപ്രായം പറയാറില്ല. അല്ലെങ്കിൽ നമ്മൾ വാദിക്കുന്ന ഒരു കാര്യത്തിന് നമുക്ക് കാര്യമായ പോയിന്റ്സ് ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുക എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അറിവുള്ളതോ അതല്ലെങ്കിൽ 100% കോൺഫിഡൻസോട് കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമേ ശ്രീജിത്ത് പണിക്കർ അഭിപ്രായം പറയാറുള്ളൂ എന്നുള്ളതാണ്. ചർച്ചകളിൽ പങ്കെടുക്കുന്നത് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൽ ഇനി പ്രത്യേകിച്ച് ഒന്നും വാദിക്കാനില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ ശ്രീജിത്ത് പണിക്കർ സംഘപരിവാറിന് വേണ്ടിയും വാദിക്കില്ല. പക്ഷെ അതേപോലെ ഒരു സംഗതിയായിരുന്നു ഈ ഹോർത്തൂസ് എന്ന് പറയുന്ന പരിപാടിക്കിടയിലും സംഭവിച്ചിട്ടുള്ളത്. അതായത് ദളിത് ആക്ടിവിസ്റ്റുകൾ പലപ്പോഴായിട്ട് പറയുന്ന അവർ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അവർ അംബേദ്കറിസ്റ്റ് എന്നാണ് പറയുന്നത്. ദളിത് ആക്ടിവിസ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് അവർ ടൈറ്റിൽ കൊടുക്കുന്ന അംബേദ്കറിസ്റ്റ് എന്നാണ്. കേവലം ഒരു ദളിതുകൾക്കിടയിലോ അതല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിലോ മാത്രമായിട്ട് ചർച്ച ചെയ്തു പോവേണ്ട ഒരു വ്യക്തിത്വമല്ല അംബേദ്കർ എന്ന് പറയുന്നത്. അംബേദ്കർ മൊത്തം ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ എന്തായാലും അവർക്കിടയിലാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ സണ്ണി കപ്പിക്കാട് പോലെയുള്ള TS ശ്യാംകുമാറൊക്കെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയും അംബേദ്കർ എന്ന് പറയുന്ന അഡ്രസ്സിലാണ് കൂടുതലായിട്ടും ഈ ഹിന്ദുമത വിമർശനമൊക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ ജാതീയതയ്ക്കെതിരെ അവർ പോരാടുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന അംബേദ്കറെ കൂട്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്നുള്ളതായിരുന്നു ഈ ഹോർത്തൂസ് പരിപാടിയിൽ ഉണ്ടായിരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം സബ്ജക്റ്റ് അതായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ശ്രീജിത്ത് പണിക്കർ അംബേദ്കർ എഴുതിയിട്ടുള്ള മറ്റ് കുറച്ച് കാര്യങ്ങൾ, അതായത് സ്ഥിരമായിട്ട് ഈ സണ്ണി കപ്പിക്കാടാണെങ്കിലും TS ശ്യാംകുമാർ ആണെങ്കിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അംബേദ്കറുടെ കോട്ടുകൾ, അതല്ലെങ്കിൽ അംബേദ്കറുടെ പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുമതത്തെ വിമർശിക്കുന്ന അതല്ലെങ്കിൽ ജാതീയതയ്ക്കെതിരെ സംസാരിക്കുന്ന ഇതിന് പുറമെ എന്താണ് അംബേദ്കർക്ക് ഈ പറയുന്ന മുസ്ലിം മതത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇസ്ലാം മതത്തെക്കുറിച്ചും മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും, മുസ്ലിം എന്ന് പറയുന്ന ഒരു മതമല്ല, മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും ജനതയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് പാകിസ്ഥാൻ അഥവാ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് ആ സദസ്സിൽ കേൾപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്യുന്നതാണ് സ്ഥിരമായിട്ട് ഗർഭിണിയുടെ വയറ് പിളർന്ന് ഭ്രൂണമെടുത്തു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സാധനങ്ങൾ. നമ്മുടെ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്യപ്പെടുന്ന ആ സാധനത്തിൽ അത് ഇൻ റിയാലിറ്റിയിൽ അംബേദ്കർ അയാളുടെ പുസ്തകത്തിൽ 1921 മലബാർ കലാപത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പലർക്കും ഇതൊന്നും അറിയില്ല. നമ്മൾ കേൾക്കുന്ന അംബേദ്കർ ഒരു മനുസ്മൃതി കത്തിച്ച, അതല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു മതത്തിനെതിരെ പോരാടിയ, അതിൻ്റെ ജാതീയതയ്ക്കെതിരെ മാത്രം പോരാടിയ, പിന്നീട് ബുദ്ധമതം സ്വീകരിച്ച ഒരു പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറം അയാൾ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി തൊട്ടിട്ടുള്ള വിമർശനങ്ങളോ അതല്ലെങ്കിൽ എഴുതി വിട്ടിട്ടുള്ള ശരങ്ങളുടെയോ ശക്തിയോ പ്രാപ്തിയോ നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ശ്രീജിത്ത് പണിക്കർ അത് അത്രയും വലിയൊരു പൊതുവേദിയിൽ അത് വായിച്ച് കേൾപ്പിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ ആളുകൾ ഞെട്ടിയത്. കാരണം അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്നുള്ളിടത്ത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് കേവലം ഈ സനാതന ധർമ്മത്തിനെതിരെ അല്ലെങ്കിൽ ജാതീയതയ്ക്കെതിരെയൊക്കെ മാത്രം സംസാരിക്കുന്ന ഒരു അംബേദ്കറിനെ മാത്രമേ ഇവിടെ പരിചയമുള്ള ആളുകൾക്ക്. പക്ഷേ ശ്രീജിത്ത് പണിക്കർ അത് പൊളിച്ചടുക്കി കൊടുക്കുന്ന കാഴ്ചയാണ് ഹോർത്തൂസിൻ്റെ വേദിയിൽ കണ്ടത്. അവസാനം മനോരമയിൽ തന്നെ എനിക്ക് തോന്നുന്നു മനോരമ ഏർപ്പാടാക്കിയിട്ടുള്ള മീഡിയേറ്ററോ മോഡറേറ്ററോ ആരോ അതിൽ ഇടപെട്ടിട്ട് സമയം കൊടുക്കാത്ത സാഹചര്യവും ശ്രീജിത്ത് പണിക്കരെ സംസാരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി. കാരണം അത് അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടും അതല്ലെങ്കിൽ അവരത്രത്തോളം ഇറിറ്റേറ്റഡ് ആയതുകൊണ്ടുമാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ വായിക്കാത്തൊരു അംബേദ്കർ ഉണ്ട്. ശരിക്കും അംബേദ്കറെ എങ്ങനെ വായിക്കാമെന്നുള്ളത് കേവലം മനുസ്മൃതി കത്തിച്ച അംബേദ്കർ മാത്രമല്ല, അതല്ലെങ്കിൽ ഒരുപാട് PhDകളുള്ള, ഒരുപാട് വിദ്യാസമ്പന്നനായിട്ടുള്ള, ഒരുപാട് താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു അംബേദ്കർ മാത്രമല്ല ഉള്ളത്. നമുക്കറിയാവുന്ന സർഫസിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അംബേദ്കറിനെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിമർശനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന അംബേദ്കറിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പുരോഗമനം പറയുന്ന സണ്ണി കപ്പിക്കാടിനെ പോലുള്ള TS ശ്യാംകുമാറിനെ പോലുള്ള ആളുകൾക്കൊന്നും തന്നെ അംബേദ്കറിനെ വായിക്കുമ്പോൾ ഈ ഒരു ഇസ്ലാം മത വിമർശനവും കൂടെ ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആർക്കും സാധിക്കില്ല. കാരണം ഇവരുടെയൊക്കെ തന്നെയും ആക്ടിവിസം അല്ലെങ്കിൽ അംബേദ്കറിസം എന്നൊക്കെ പറയുന്ന സാധനം കേവലം ഹിന്ദു മതത്തെ മാത്രം വിമർശിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഒരു സാധനമാണ്.
അതിനപ്പുറത്തേക്ക് ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയില്ല. ഇവർക്ക് അംബേദ്കറിൻ്റെ ആശയങ്ങൾ പോലും എടുക്കില്ല. അതായത് ഇൻ റിയാലിറ്റി അംബേദ്കറിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾക്ക് അംബേദ്കറിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അംബേദ്കർ അതിൽ ഇസ്ലാം വിമർശനമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അംഗീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവർ അംഗീകരിച്ച് തരില്ല. കാരണം ഇവർ ഒരു പ്രത്യേകം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തണലിലാണ് ഇവർ ഈ പറയുന്ന ദളിത് ഉന്നമനവും ദളിത് പുരോഗമനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതർവൈസ് ഇവരെ കൊണ്ടത് സാധിക്കില്ല. അതിൻ്റെ ഒരു തുറന്നു കാണിക്കലും കൂടിയായിരുന്നു ഹോർത്തൂസ് എന്ന് പറയുന്ന പരിപാടി എന്നാണ് എനിക്കത് പിന്നീട് അതിൻ്റെ റെക്കോർഡഡ് ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം തന്നെ, അംബേദ്കർ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുവും മുസൽമാനും ഈ രാജ്യത്ത് ഒന്നിക്കുന്നത് കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും, അല്ലാതെ അവരെ കൊണ്ട് ഒന്നിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, വിമർശനങ്ങൾ, ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അംബേദ്കറെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ട് ആ ഒരു രീതിക്ക് മാത്രം വേണമെങ്കിൽ നമുക്ക് അംബേദ്കറെ വായിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഇതുവരെ വായിച്ച് ശീലിച്ചിട്ടുള്ളത്. പക്ഷേ അംബേദ്കറെ മൊത്തത്തിൽ മനസ്സിലാക്കാനോ വായിക്കാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അംബേദ്കറിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളും അതല്ലെങ്കിൽ അതൊരു തൊഴിലാക്കി നടക്കുന്ന ആളുകളും ഇസ്ലാമിസ്റ്റുകളുടെ തണലിൽ അംബേദ്കറെ ഉപയോഗിച്ച് ദളിത് ഉന്നമനം നടത്തുന്ന ആളുകളൊക്കെ തന്നെയും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരും. അവരതോടുകൂടെ തന്നെ അംബേദ്കറെ താഴെ ഇടുന്ന സാഹചര്യവും ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള ഇന്ത്യയെ അത്രത്തോളം മനസ്സിലാക്കിയ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അംബേദ്കറുടെ തല്ല് കിട്ടാത്ത ഒരാളും, അല്ലെങ്കിൽ മീൻസ് തല്ല് ഞാൻ ഫിസിക്കൽ അസോൾട്ട് അല്ല ഉദ്ദേശിച്ചത്, ഒരു അടി കിട്ടാത്ത ആരും തന്നെ, ഒരു മതവും ഒരു സമുദായവും ഇന്ത്യയിലില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പോഴും സംസാരിച്ച് വരുമ്പോഴും ആകെ വിമർശിക്കപ്പെട്ടിട്ടുള്ളത് മനുസ്മൃതിയും സനാതനധർമ്മവും ഹിന്ദു മതമൊക്കെ ആയിട്ടാണ് നമ്മൾ ചുരുക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. വളരെ അതിരൂക്ഷമായ ഭാഷയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പോലും ഒരാൾക്കും പറയാൻ ധൈര്യമില്ലാത്ത ഭാഷയിൽ വരെ അംബേദ്കർ ഈ പറയുന്ന മതങ്ങളെല്ലാം തന്നെ എടുത്തു കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അംബേദ്കറെ വായിക്കുമ്പോൾ ഒരു ചെറി പിക്കിങ് നടത്താതിരിക്കുക എന്നുള്ളതാണ്. വായിക്കുമ്പോൾ മൊത്തത്തിൽ വായിക്കുക, അപ്പോൾ കുറച്ചൊക്കെ ബോധം വരാനുള്ള സാധ്യതയുണ്ട്.